മാസ്റ്റർ ഹിംനരേഷ് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് 2 ഒട്ടകത്തെ തരണമെന്ന്. അതിനുവേണ്ടി വന്നതാ. അല്ല, വെറും ഒരു ഒട്ടകം മതിയായിരുന്നല്ലോ. ഈ കുട്ടി ഞങ്ങളുടെ 2 പേരുടെ നടുക്കിരുന്ന് യാത്ര ചെയ്യുമ്പോ സേഫ് ആയിരിക്കും. ആരെയാണ് ചെറിയ കുട്ടിയെന്ന് വിളിക്കുന്നത് മോട്ടു മാസ്റ്റർ? ഞങ്ങളുടെ നാട്ടിലെല്ലാം രാജകുമാരിക്ക് വളരെ ബഹുമാനം നൽകാറുണ്ട്. എന്താ കൂട്ടുകാരാ, നമ്മൾ പോവുകയല്ലേ? വിക്കി, സൂക്ഷിച്ച്. അയ്യോ വിക്കി, എന്റെ ബദലു വീണ് പോവും. ഒന്ന് വേഗം പാടാ. രാജകുമാരി എന്തിനാണ് അതിലിങ്ങനെ തൂങ്ങി പിടിച്ചോണ്ട് പോകുന്നത്? ഈ ഒട്ടകത്തിൽ വന്നിരുന്ന അങ്ങനെ തൂങ്ങി പോകണ്ടല്ലോ. ശരി, വാ, പുറകെ പോ. രാജകുമാരി നിർത്താൻ. നമുക്ക് 3 പേർക്കും ഒന്നിച്ച് പോവാം. നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ 2 അങ്ങോട്ട് പൊട്ടിക്കട്ടെ? ഒരു രാജകുമാരിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ബാഡ് മാനേഴ്സ്. ഞാൻ ക്യാമൽ റേസിൽ ചാമ്പ്യനാ. നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. രാജകുമാരി, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ഇല്ലെങ്കിൽ പിടിച്ചോ. വികൃതി കാട്ടുന്നതിന് നിനക്ക് ഇങ്ങനെയാണ് വേണ്ടത്. രാജകുമാരിയൊക്കെ നീ നിന്റെ വീട്ടിലയക്കോ. പക്ഷെ ഇവിടെ നീ എന്റെ സ്റ്റുഡന്റാ. നിന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ. കുസൃതി കുട്ടികളെ പോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഒരു പക്ഷെ ഭരണം നിന്റെ കയ്യിൽ വന്നാൽ നീ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യാ? രാജകുമാരി ഒരു രാജകുമാരിയെ പോലെ തന്നെ വേണം പെരുമാറേണ്ടത്. മോട്ടു, വേണ്ട മോട്ടു, നിർത്ത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേ. കൺട്രോൾ. അവള് രാജകുമാരിയാണ്. ശരി. അയ്യോ, എന്റെ മോട്ടു, ഇത് ഡിസേർട്ടിലെ ടൊർണാഡോ ആണ്. വെൽക്കം പ്രിൻസസ്, വെൽക്കം. ഞാൻ നിനക്ക് വേണ്ടി കുറെ നേരം കണ്ണടയ്ക്കാതെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുകയല്ല, നിൽക്കുകയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ നിന്നെ വരവേൽക്കാൻ വന്നിരിക്കുകയാണ്. എന്താ വേണ്ടേ? ഞാൻ ആരാണ് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. രാജകുമാരിയെ എന്റെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. അങ്ങനെയൊന്നും അവളെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ജീവിതം ഉള്ളവരെ ആസ്വദിക്കണം. പിന്നീട് അവസരം കിട്ടിയില്ല എന്ന് ഒരിക്കലും വിഷമിക്കരുത്. അവസാനമായി പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകണം. ഞങ്ങളും നിന്നോട് അവസാനമായിട്ടാ പറയുന്നേ. നീ തിരിച്ചു പോ. എന്നോട് ഏറ്റുമുട്ടാൻ ഈ ലോകത്തിൽ ശക്തി പോരാ. എന്നെ കണ്ടു വേണം ഈ ലോകം പേടിക്കാൻ, അല്ലാതെ ഞാൻ പേടിക്കില്ല. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം. ഇതെന്റെ അച്ഛന്റെ വകയിലൊരു സഹോദരനാ, അക്കുമ എന്ന പേര്. ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ നമ്മൾ രഹസ്യ വഴിയിലൂടെ പോയത്. എന്നാൽ ആരോ ഇവർക്ക് വിവരം നൽകിയിരിക്കുന്നു. അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അതെ മോട്ടു, അവനെ വിടരുത്.
മനുഷ്യൻ നിന്നെ കടിച്ചാ അതിന്റെ പല്ല് നിന്റെ അകത്തും നിന്റെ ജീവൻ പുറത്തും. ഞാൻ പറഞ്ഞില്ലേ ജീവിതമുള്ളവരെ ആസ്വദിക്കണമെന്ന്. നിന്റെ അവസരം കിട്ടിയില്ലെന്ന് വിഷമിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ല. ഇതെന്താ സംഭവിക്കുന്നേ? ചേടാ, രാജാവിനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാനാ? രാജകുമാരി എത്തി. നമ്മുടെ രാജകുമാരി എത്തി. രാജകുമാരി എത്തി. രാജകുമാരി രാജകുമാരി എത്തിയോ? വളരെ നന്നായി. അക്കുമ്മ മഹാരാജാവിനെ എവിടെയാണ് തടങ്കലിൽ പറപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇരിക്കൂ രാജകുമാരി. ഇനി ഈ രാജസിംഹാസനം നിങ്ങളുടെയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രാജാഭിഷേകം ചെയ്യാൻ പോവുകയാണ്. മന്ത്രി, രാജാഭിഷേകത്തിന്റെ സമയം ഞാൻ തീരുമാനിക്കും. ദിവസവും ഞാൻ പറയും. ഞാൻ ഏത് സിംഹാസനത്തിൽ ഇരിക്കണമെന്നുള്ളതും ഞാൻ വേണം തീരുമാനിക്കാൻ. മഹാരാജാവിനെ കൊണ്ടുവരൂ. മര്യാദയ്ക്ക് വിടുന്ന നിനക്കൊക്കെ നല്ലത്. പിതാശ്രീ, പിതാശ്രീ. രാജകുമാരി, നിനക്ക് ഇത്രയ്ക്കും ധൃതി എന്തിനാണ് രാജകുമാരി? അച്ഛനും മോളും കണ്ടോളൂ, സ്നേഹം പങ്കുവെച്ചോളൂ. പക്ഷേ നിന്റെ ശക്തി മുഴുവനും ഞാൻ എടുത്തതിന് ശേഷം മാത്രം. ഉള്ളത്രയും നാളെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെയും വന്നു അല്ലേ? നിങ്ങളുടെ സമയം എന്തിനാണ് വെറുതെ പാഴാക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്കൊരു പഴഞ്ചൊല്ലി ഓർമ്മ വരുന്നു. അല്പന്മാർ എപ്പോഴും അർദ്ധരാത്രിയും കുടപിടിക്കും. ഈ രാജ്യത്തിനും നിങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. അതേപോലെ ഈ സിംഹാസനത്തിനും, അതേപോലെ ഈ ജനങ്ങൾക്കും നിങ്ങൾക്കും. ഞങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ ഹിംനരേഷന്റെ ആജ്ഞ പാലിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ജീവനുള്ളത്രയും നാള് ഞങ്ങള് രാജകുമാരിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതാണ് കാര്യം അല്ലേ? മാസ്റ്റർ പത്രിയോ? കുഴപ്പമൊന്നുമില്ല. നിന്റെ ഈ ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലാണ് ഉള്ളത്. ഇനി കണ്ടോ? ഇതെന്താ സംഭവിക്കുന്നത്? അവരെ തീർത്തേക്ക്.
അക്കുമാ, ധൈര്യമുണ്ടെങ്കി വാ, ഒറ്റയ്ക്ക് 1 to 1 അടിക്ക്. നിന്റെ മന്ത്രവാദങ്ങളൊന്നും ഇല്ലാതെ എന്നിട്ട് നോക്ക് നിന്റെ ഞാൻ എന്ത് അവസ്ഥയാക്കുമെന്ന്. ഞാൻ നിന്റെ ഈ ആഗ്രഹം നിറവേറ്റാം മോട്ടു. എല്ലാവരും മാറി നിൽക്കൂ, ആരും അടുത്തേക്ക് വരരുത്. അയ്യോ ഇല്ല, അയ്യോ നമ്മളെ കൊണ്ടൊരു കാര്യം നേർവഴിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതിനെ വേറെ വഴിയിലൂടെ ചെയ്യാം. നീ ആ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പെടുന്നു അല്ലേ? ഒരുപക്ഷെ അവൾ ജീവനോടെ ഇല്ലെങ്കിൽ നീ ആർക്ക് വേണ്ടി മത്സരിക്കും? അവളുടെ അടുത്തുള്ള ശക്തിയെ ഞാൻ അവളെ ഇല്ലാതാക്കിയതിനു ശേഷം ഞാൻ അവളുടെ ദേഹത്തുനിന്ന് എന്നെ കൊണ്ട് എടുക്കാൻ കഴിയും. മാസ്റ്റർ മോട്ടു, ഐ എം സോറി മാസ്റ്റർ. ഞാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇത് ഈ സോംസോം രാജ്യത്തിലെ രാജകുമാരിയുടെ വാക്കാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ എന്തൊരു സ്നേഹമാണ്. ഗുരു ശിഷ്യന് വേണ്ടി ജീവൻ പോലും നൽകുന്നു. ഒപ്പം ശിഷ്യൻ ഗുരുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ ശക്തി മുഴുവനും പ്രയോഗിക്കുകയാണ്. പക്ഷേ ഞാൻ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല. കാരണം അവൻ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. രാജകുമാരി, 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 ഇത് പിടിച്ചോളൂ. രാജകുമാരി സൂക്ഷിച്ച്.
വലിയ മുറിവുകൾ ഉണക്കാനുള്ള ഹീലിംഗ് പവർ മാത്രമാണ് എന്റെ അകത്തുനിന്നാണ് നീ വിചാരിച്ചത്. എന്താ ശരിയല്ലേ? എന്നാൽ എനിക്ക് മറ്റൊരു പവർ കൂടിയുണ്ട്. അത് നിനക്ക് അറിയില്ല. അക്കുമ, നിന്റെ അകത്തുണ്ടായിരുന്ന മാജിക്കൽ പവേഴ്സ് എല്ലാം, അതും രാജാവിനെ കബളിപ്പിച്ചുകൊണ്ട് നീ നേടിയ മാജിക്കൽ പവേഴ്സ് നിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നു. അതെല്ലാം ഇതിനകത്തുണ്ട്. 1000 വർഷങ്ങളോളം ഞങ്ങളുടെ കുടുംബം ഇത് എവിടെയാണോ സംരക്ഷിച്ചത് അവിടെ ഇത് വീണ്ടും സംരക്ഷിക്കും. ഇനി മഹാരാജാവ് ആഗ്രഹിക്കുന്ന ശിക്ഷ അദ്ദേഹം നിനക്ക് നൽകട്ടെ. അക്കുമ, മഹാരാജാവ് ഭാനുപ്രതാപ് എന്ന ഞാൻ നിന്നെ ജീവിതകാലം മുഴുവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കൽപ്പിക്കുന്നു. ഇവരെ കൊണ്ടുപോകൂ. മാസ്റ്റർ മോട്ടു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല മാസ്റ്റർ മോട്ടു. മോട്ട് കണ്ടു തുറന്നു. മോട്ടിന് കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റി? അക്കുമ എവിടെയാ? വിഷമിക്കുന്ന മോട്ടു, അവനെ രാജകുമാരി തടവിലാക്കിയിരിക്കുക. രാജകുമാരിയോ? അതെങ്ങനെ? എല്ലാം നിങ്ങൾ നൽകിയ ട്രെയിനിങ്ങിലൂടെ. പ്രിയപ്പെട്ട മോട്ടുപത്ലു, നിങ്ങൾ രണ്ടുപേരും എന്റെ മകളെ രക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. You are welcome, രാജാ ഭാനുപ്രതാപ്. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ചു. നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് മാസ്റ്റർ മോട്ടു. പത്ലു, എനിക്ക് തോന്നുന്നു നമ്മുടെ രാജകുമാരി ഒരു വലിയ ആളായി പോയി. ഒരു ശരിക്കുള്ള രാജകുമാരിയെ പോലെ സംസാരിക്കണു. നിങ്ങൾ എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇതിന് പ്രതിഫലമായിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് കുറെ ചൂട് സമോസ തന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എങ്കിൽ പിന്നെ കഴിച്ചാലോ? വരൂ രാജകുമാരി, വാ. സമോസ, ജയ് ഹോ. സമോസ, സമോസ, സമോസ. നല്ല മണം. സമോസ. Watch India's largest kids library only on Jio Hotstar. Download the app now.